വെൽക്കം ടു മൈ ചാനൽ ടേബിൾ ട്രീറ്റ്സ്. ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ പേര് നിയത. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. പിന്നെ ഇന്നൊരു അടിപൊളി ഞണ്ട് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഞണ്ട് കറിയുമായിട്ട് വരാമെന്ന്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഞണ്ട് കറിയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം ഞണ്ട്. അത് കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. 2 തക്കാളി, 3 സവാള, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഫിഷ് മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. തേങ്ങാപ്പാൽ, 1-ാം പാല് 1/2 കപ്പ്, 2-ാം പാല് 2 കപ്പ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊന്ന് കുറച്ചു നേരം വഴറ്റിയതിനു ശേഷം നമുക്ക് സവാള ഇടാം. നമ്മൾ ഉള്ളി നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇടാം. 2 തക്കാളി. ഇനി തക്കാളിൻ്റെ ആ ഒരു പച്ച മണവും ആ ഒരു പച്ച ടേസ്റ്റ് അവരൊന്ന് വാടുന്നവരെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്കുള്ള മസാലകൾ ഇടാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നമ്മളെ ഫിഷ് മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ നമ്മളെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല നമുക്ക് കുറച്ച് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പിടാം കുറച്ച്. നമുക്ക് നമ്മുടെ ഞണ്ട് ഇടാം. നമ്മൾ ഇപ്പോൾ ഞണ്ടിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം കുക്കായി കഴിഞ്ഞാൽ ഇനി നമുക്ക് 1-ാം പാലൂടി ഒഴിച്ചിട്ട് ഇറക്കാം.
നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി ഞണ്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.